നമസ്കാരം. നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്ന് നമ്മളൊക്കെ വിലപിക്കാറുണ്ട്. വാദിയായോ പ്രതിയായോ ഏതെങ്കിലും കേസ് നടത്തി കോടതി വരാന്തയിൽ ജീവിതം ഹോമിച്ചവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു സിവിൽ കേസിന്റെ നാൾ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നാം ആദ്യം എത്തുക നമ്മുടെ അടുത്തുള്ള മുൻസിഫ് കോടതിയിലാണ്. അവിടെയാണല്ലോ ആദ്യത്തെ കേസ് നാം ആർഭാടപൂർവ്വം ആരംഭിക്കുന്നത്. പതുക്കെ തുടങ്ങുന്ന വ്യവഹാരം ക്രമേണ വേഗമാർജിക്കുന്നു. പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഗംഗാപ്രവാഹം പോലെ ഇരുഭാഗത്തു നിന്നും ഇടക്കാല അപേക്ഷകൾ, അതിന്മേലുള്ള വാദപ്രതിവാദങ്ങൾ, ഇടക്കാല ഉത്തരവുകൾ, ആ ഇടക്കാല ഉത്തരവുകൾക്കെതിരെയുള്ള അപ്പീലുകൾ, റിവിഷനുകൾ, അവയിൽ വിധി വരുന്നത് വരെ വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ്. ഈ കടമ്പകളെല്ലാം കടന്ന് മുൻസിഫ് കോടതിയിൽ നിന്നൊരു വിധി കിട്ടുമ്പോഴേക്കും വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കും. മുൻസിഫ് കോടതിയുടെ വിധി വന്നു എന്നതുകൊണ്ട് പ്രശ്നം തീരുമോ? ഇല്ല. പരാജയപ്പെട്ട കക്ഷി അപ്പീലുമായി ജില്ലാ കോടതിയിലേക്ക് പോകും. അത് അവിടെയും പല വഴികളായി പിരിഞ്ഞ് ഒച്ചിൻ്റെ വേഗതയിൽ ഒഴുകി പരന്ന് ഒരു തീരുമാനമാകുമ്പോഴേക്കും പതിറ്റാണ്ടുകളുടെ പരാക്രമം നിങ്ങളെ തളർത്തിയിരിക്കും. ജില്ലാ കോടതിയിലെ അപ്പീലിലും രണ്ട് കക്ഷിയും ഒന്നിച്ച് ജയിക്കില്ല. ഒരാൾ തോറ്റേ പറ്റൂ. അത് നിങ്ങളാവാം, നിങ്ങളുടെ എതിർകക്ഷിയാവാം. പക്ഷേ വിട്ടുകൊടുക്കില്ല. പരാജിതൻ അഭിമാന സംരക്ഷണാർത്ഥം കിട്ടുന്ന വണ്ടിക്ക് എറണാകുളത്തിന് വെച്ച് പിടിക്കും. ഹൈക്കോടതിയിൽ സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്ത് മറ്റവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് മുമ്പേ അവിടെ എത്തിയ ആവലാതിക്കാരുടെ നീണ്ട നിരയിൽ ഏറ്റവും ഒടുവിലാണ് നിങ്ങളുടെ സ്ഥാനം എന്ന് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ഒരു നീണ്ട കാത്തിരിപ്പിന് നിങ്ങളുടെ ഫയൽ വിധേയമാക്കപ്പെടും. അതിനുശേഷം ആ കേസ് പൊടി എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരു വെടിക്കുള്ള മരുന്നില്ല എന്ന് ഹൈക്കോടതിക്ക് തോന്നിയാൽ ഡിസ്മിസ് ചെയ്തേക്കാം. അല്ലെങ്കിൽ വിചാരണ കോടതിയിലെ നടപടികളിലുണ്ടായ വീഴ്ചകൾ കണ്ടെത്തി പുനർവിചാരണയ്ക്കായി റിമാൻഡ് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ബാക്ക് ടു സ്ക്വയർ വൺ, എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ഇനി അങ്ങനെയല്ല, ഷഡ്ജവും സംഗതിയും ഒക്കെ ഉള്ള ഒരു ഒന്നാം തരം കേസാണ് നിങ്ങളുടേതെങ്കിൽ വാദം കേട്ട് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമത്തിന്റെ തലനാഴിഴ കീറി ഒരു വിധി വന്നേക്കാം. എന്തായാലും ഹൈക്കോടതിയിലെ കേസ് തീരുമ്പോഴേക്കും ആയുസ് തീർന്ന് പണിമുടക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ ശപിച്ച് ശരശയ്യയിൽ നിങ്ങൾ ഉത്തരായനം കാത്തു കിടക്കുകയായിരിക്കും. നടത്തിയെടുക്കൽ ഹർജിയും അതിന്മേലുള്ള റിവിഷനും, അതിനു മുൻപ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ടെങ്കിൽ അതും അടുത്ത തലമുറയെ ഏൽപ്പിച്ച് കൈ കഴുകുകയെ നിവൃത്തിയുള്ളൂ. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ കാര്യങ്ങൾ കയ്യാങ്കളിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കേസും അതിൻ്റെ കൗണ്ടർ കേസുമായി പ്രതിക്കൂട്ടിലും സാക്ഷിക്കൂട്ടിലും മാറി മാറി കയറി നിങ്ങൾ ക്രിമിനൽ നിയമത്തിലും പ്രാവീണ്യം നേടിയിരിക്കും. പിന്നെയും ജീവിതം ബാക്കിയുണ്ടെങ്കിൽ ഒരു വ്യവഹാരിയുടെ ആത്മനൊമ്പരങ്ങൾ എന്നോ മറ്റോ ഒരു ജീവചരിത്രം എഴുതാം. ഇനി കേസിന് ആസ്പദമായ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് പലപ്പോഴും വളരെ ചെറുതായിരിക്കും. അതിൻ്റെ സാമ്പത്തിക മൂല്യം 1,00,000-ഓ 10,000-ഓ ഒരുപക്ഷെ അതിലും കുറവോ ആയിരിക്കും. അവിടെ നമ്മുടെ അളവുകോൽ മാറും. രൂപയിലല്ല കാര്യം, അഭിമാനം അതല്ലേ എല്ലാം. മറ്റവൻ്റെ മുന്നിൽ തോൽക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. എത്ര ലക്ഷം ചെലവായാലും പ്രശ്നമില്ല. ലക്ഷങ്ങൾ കയ്യിലുണ്ടോ എന്ന ചോദ്യം അപ്പോൾ പ്രസക്തമല്ല. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നല്ലേ കാരണവന്മാർ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് കാണം വിറ്റും കേസ് നടത്തുന്നതിൽ തെറ്റില്ല. സത്യത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന അഭിമാനമാണോ ദുരഭിമാനമാണോ അഹങ്കാരമാണോ എന്നൊക്കെ വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഒരു എടുത്തുചാട്ടം അതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക തലയ്ക്ക് പിടിച്ച അശ്വത്ഥമാവ് ഉത്തരയുടെ ഗർഭത്തിലേക്ക് തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം പോലെയാണത്. തിരിച്ചു വിളിക്കാൻ അയാൾ തന്നെ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അസ്ത്രം ലക്ഷ്യത്തിലോട്ട് എത്തിയതുമില്ല. അശ്വത്ഥമാവിന് തിരിച്ചു കിട്ടിയതാകട്ടെ അനന്ത വർഷങ്ങളുടെ അപമാനിതമായ അലഞ്ഞുതിരിയൽ മാത്രം. അതുപോലെ ഒരരിശത്തിന് കേസ് കൊടുത്ത് ആദ്യം ഒഴുക്കിനെതിരെ നീന്തി മുങ്ങി പൊങ്ങി തളർന്ന് ഒടുവിൽ ഒഴുക്കിനൊപ്പം ഒരു പൊങ്ങുതടി പോലെ എങ്ങോട്ടെന്നില്ലാതെ നീങ്ങുമ്പോൾ കര കണ്ണെത്താ ദൂരം അകലെയായിരിക്കും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് നാം അപ്പോൾ ചിന്തിച്ചേക്കാം. തിരിച്ചറിവുണ്ടാകുമ്പോഴേക്കും വൈകിപ്പോകുക സ്വാഭാവികം. ഒരു സിവിൽ കേസിൽ തുടങ്ങിയ വ്യവഹാരം സിവിലും ക്രിമിനലുമായി ശാഖോപശാഖകളായി പടർന്ന് പന്തലിച്ച് നിങ്ങളെ വിഴുങ്ങുന്ന കാളസർപ്പമായി പത്തി വിടർത്തിയാടും. ഒട്ടും താല്പര്യമില്ലാത്ത കരിവേഷങ്ങൾ കെട്ടിയാടാൻ അപ്പോൾ നിങ്ങൾ നിർബന്ധിതനാവും. കാണാതെ പഠിച്ച കേസ് നമ്പറുകൾ തിരിഞ്ഞും മറിഞ്ഞും നിങ്ങളുടെ സ്വപ്നജാഗരങ്ങളിൽ കൂടിക്കുഴയും. മുൻഗണനകൾ മാറും. ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ തെറ്റും. എതിർകക്ഷിയെ പരാജയപ്പെടുത്താനുള്ള വഴികളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അസ്വസ്ഥതയുടെ ആൾരൂപമായി നിങ്ങൾ മാറും. ആ അസ്വസ്ഥത സ്വാഭാവികമായും നിങ്ങളുടെ കുടുംബത്തിലേക്ക് പടരും. നിങ്ങളുടെയും എതിർകക്ഷിയുടെയും കുടുംബാംഗങ്ങൾ ആജന്മ ശത്രുക്കളെ പോലെ പെരുമാറാൻ തുടങ്ങും. നിങ്ങളുടെ കുട്ടികളും കേസിലെ നിങ്ങളുടെ എതിർകക്ഷികളുടെ കുട്ടികളും ഒരേ സ്കൂളിൽ, ചിലപ്പോൾ ഒരേ ബെഞ്ചിൽ
ഒരു കാര്യവുമില്ലാതെ എതിരാളികളായി ഏറ്റുമുട്ടും. പരസ്പരം സഹായിച്ചും കളിച്ചും വളരേണ്ടവർ ശത്രുക്കളായി അവരനെ തോൽപ്പിക്കാനുള്ള വഴികൾ അന്വേഷിച്ച് സമയം കളയും. ചെറുപ്രായത്തിൽ തന്നെ അവരുടെ തലയിൽ വിദ്വേഷവും പകയും നിറയും. അതുകൊണ്ട് തന്നെ അവരർഹിക്കുന്ന ഉയരങ്ങളിലെത്താൻ അവർക്ക് കഴിയാതെ പോകും. കോടതിയിൽ പോകരുത് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാതലായ നിയമപ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ മറ്റു രീതികളിലൊന്നും പരിഹരിക്കാൻ കഴിയാത്ത കേസുകളിൽ കോടതിയിൽ പോവുക തന്നെ വേണം. പക്ഷേ നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയോ വെറും വാശിക്ക് വേണ്ടിയോ കേസിന് പോകാതിരിക്കുക. ജീവിതം വളരെ ചെറുതാണ്. കോടതി വ്യവഹാരങ്ങളുടെ നൂലാമാലകളിൽ കുരുങ്ങി നഷ്ടപ്പെടുത്താനുള്ളതല്ല നിങ്ങളുടെ പണവും സമയവും ഊർജവും. അത് ചെലവഴിക്കേണ്ടത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷം തരുന്ന കാര്യങ്ങളിലായിരിക്കണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം കൂടി അനുവർത്തിക്കാൻ കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ മഹത്തരമാവും. എന്താണ് ചെയ്യാൻ കഴിയുക? അവിടെയാണ് കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്കപരിഹാര മാർഗങ്ങളുടെ പ്രസക്തി. മീഡിയേഷൻ, കൺസീലിയേഷൻ, ആർബിട്രേഷൻ തുടങ്ങിയ നിയമപരമായ മധ്യസ്ഥ അനുരഞ്ജന മാർഗങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. രണ്ടു കൂട്ടരോടും ക്ഷമയോടെ അവധാനതയോടെ സംസാരിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ കേസിൽ നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലാത്ത ഒരു മീഡിയേറ്ററെ മധ്യസ്ഥനായി തീരുമാനിക്കുക എന്നതാണ് അതിൻ്റെ ആദ്യ പടി. നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്ത് വലയത്തിലോ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കാൻ അദ്ദേഹത്തെ നിയോഗിക്കുക. ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ രണ്ടു കൂട്ടരും തയ്യാറാകേണ്ടി വരും. പ്രശ്നങ്ങൾ എന്നേക്കുമായി അവിടെ അവസാനിക്കും. എതിരാളികളെന്ന് തോന്നിയവർ സുഹൃത്തുക്കളായി കൈകൊടുത്ത് പിരിയും. നിങ്ങളുടെ കുട്ടികൾ പരസ്പരം ചിരിച്ചു തുടങ്ങും. 20-30 വർഷം കേസ് നടത്തിയാലും തീരാത്ത പ്രശ്നങ്ങൾ 30 ദിവസം കൊണ്ട് തീർക്കാൻ മീഡിയേഷൻ സാധിക്കും. ഇനി നിഷ്പക്ഷനായ ഒരു മീഡിയേറ്ററെ നിങ്ങൾ കണ്ടെത്താനാവുന്നില്ലെങ്കിൽ മീഡിയേഷൻ കേന്ദ്രവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ കേസ് ഏത് ഘട്ടത്തിലായാലും അത് സംസാരിച്ച് ഒത്തുതീർക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി നടത്തുന്ന മീഡിയേഷനുകളും പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. കേസ് കൃത്യമായി പഠിച്ച് കേസിൻ്റെ ന്യായാന്യായങ്ങൾ കൂടി കണക്കിലെടുത്ത് ഇരുകൂട്ടർക്കും സ്വീകാര്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും അതിലുപരി അത് കക്ഷികളെ ബോധ്യപ്പെടുത്താനും അല്പം അധ്വാനം ആവശ്യമാണ്. ഇക്കാര്യത്തിൽ പ്രൊഫഷണൽ മീഡിയേഷൻ കേന്ദ്രങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാവും. കേസുകളെല്ലാം തീർന്ന് എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്ന ഒരു കിണാശ്ശേരി അത് നമുക്ക് സ്വപ്നം കാണാം. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ എനിക്കും നിങ്ങൾക്കും ആയുസ്സുണ്ടെങ്കിൽ വീണ്ടും കാണാം. നന്ദി.